അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കും നമ്മുടെ ഭവനങ്ങളിലൊക്കെ അല്ലാഹു നൽകപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദാരിദ്ര്യങ്ങളെ അല്ലാഹു തുടച്ചു നീക്കുകയും ഐശ്വര്യങ്ങൾ ധാരാളം നമ്മളിലേക്ക് അല്ലാഹു നൽകപ്പെടുകയും ചെയ്യുന്നതായ കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. പടച്ചവനെ, ഞങ്ങൾക്കെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത്. പലരും കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട്. കടം കൊണ്ട് ഉറക്കം വരാതെ നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ നമ്മളിൽ പലർക്കും ഉണ്ട്. അല്ലാഹുവേ, അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ എല്ലാം കാക്കണേ അല്ലാഹ്. കടം അത്രയേറെ ഗൗരവമേറിയ വിഷയമാണ്. നമുക്കറിയാം, കടമുള്ള ഒരാൾ മരണപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യത്തിന്റെ മേൽ മയ്യത്ത് നിസ്കാരം വരെ നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്താ പ്രവാചകൻ അങ്ങനെ കൂട്ടാക്കാഞ്ഞത്? കടം അത്രയും ഗൗരവമുള്ളതാണ്. കടമുള്ളവർ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഈ രണ്ട് വാക്ക് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എത്ര കോടി കടമുണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടി തരുന്നതാണ്. അത്ര മഹത്തായ ഒരു ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമ്മൾ തന്നെയാണ് ബർക്കത്തിനെ നഷ്ടപ്പെടുത്തി കളയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ബർക്കത്തിനെ നഷ്ടപ്പെടുത്തി കളയുന്നത്. ബർക്കത്ത് എന്ന് പറയുമ്പോൾ ചിലർ സമ്പത്തിൽ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. എന്നാൽ അങ്ങനെയല്ല. സമ്പത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിനും ബർക്കത്തുണ്ട്. ഒന്നിനോടായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈ പുണ്യമായ മാസങ്ങളിൽ നമ്മൾ അല്ലാഹുവിനോട് ബർക്കത്തിനെ ചോദിച്ചു വാങ്ങേണ്ട മാസമാണ് അല്ലേ? മഹത്തായ മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അടുത്ത മാസം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസമാണ് അല്ലേ? അപ്പൊ ഈ മാസങ്ങൾ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങള്, പുണ്യമാക്കപ്പെട്ട മാസങ്ങള്, പുണ്യമാക്കപ്പെട്ട രാവുകളൊക്കെ നമ്മൾ അല്ലാഹുവിനോട് ധാരാളം ദുആ ചെയ്ത് ബർക്കത്തിനെ നമ്മൾ തേടേണ്ടിയുള്ള മാസങ്ങളാണ്, ദിവസങ്ങളാണ്. അപ്പൊ അല്ലാഹുവോട് നമ്മൾ വിശിഷ്ട ദിവസങ്ങളിലും പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിലും മാസങ്ങളിലും നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യണം. പടച്ചവനെ, നീ എനിക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. നീ എന്റെ ശരീരത്തിലും എന്റെ കുടുംബത്തിലും എന്റെ മക്കളിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് എന്ന് നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിൽ ബർക്കത്ത് നഷ്ടപ്പെട്ടാൽ, രോഗങ്ങൾ ഉണ്ടായാൽ അതിനെ ചികിത്സിച്ച് പണം നഷ്ടമാകുന്ന അവസ്ഥ, പണം മാത്രമല്ല സ്വസ്ഥതയും സമാധാനം വരെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിനും ബർക്കത്തുണ്ടാകാൻ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. അപ്പൊ ഒരു സാമ്പത്തികമായ കാര്യങ്ങൾക്ക് മാത്രം പോരാ. അല്ലാഹുവേ, എന്റെ ശരീരത്തിലും എന്റെ സമ്പത്തിലും എന്റെ മുതലിലും എന്റെ മക്കളിലും എല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് ബർക്കത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ബർക്കത്ത് നമ്മൾ ചോദിച്ചു വാങ്ങണം. ഉദാഹരണത്തിന് നമ്മൾ സുബഹിയുടെ ഖുനൂത്തിൽ പറയാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ ആതൈത. പടച്ചവനെ, നീ തന്നതിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അപ്പൊ അത് സുബഹി നമസ്കാരം നമ്മൾ എല്ലാവരോടും തന്നെ ജമാഅത്തായിട്ട് കഴിവിന്റെ പരമാവധി നമ്മൾ നമസ്കരിക്കണം. കാരണം സുബഹി നമസ്കാരത്തിൽ നമ്മൾ അല്ലാഹുവിനോട് എല്ലാ കാര്യത്തിനും ബർക്കത്ത് ചോദിക്കപ്പെടുന്ന ഒരു നമസ്കാരമാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് ദിവസത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുന്നത് സുബഹിക്ക് ശേഷം ഉറങ്ങലിലാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, സുബഹിക്ക് ശേഷം ഒരാൾ ഉറങ്ങിയാൽ ആ ദിവസത്തെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. മുഅ്മിനീങ്ങളെ, സൂര്യോദയത്തിന് മുമ്പായി ഉറങ്ങിയാൽ അന്നത്തെ ബർക്കത്ത് നഷ്ടപ്പെടാൻ അത് കാരണമാകുന്നതാണ്. അപ്പോൾ നമ്മുടെ സമ്പത്തിനെ അത് ബാധിക്കുന്നതാണ്. അപ്പൊ സുബഹി കഴിഞ്ഞിട്ടുള്ള ഉറക്കം, സുബഹി കഴിഞ്ഞിട്ടുള്ള ഉറക്കം ഒരിക്കലും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കുമാറാകട്ടെ. അത് ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതിയാണ്. അന്നത്തെ ദിവസത്തിന്റെ ബർക്കത്തിന് നഷ്ടപ്പെട്ടു പോകും. ഇനി ഭക്ഷണത്തിലെ ബർക്കത്ത്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലാതെയാണ് കഴിക്കുന്നതെങ്കിൽ ഭക്ഷണത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടുന്നതാണ്. ഭക്ഷണത്തിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ബിസ്മി ചൊല്ലി തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണം.
ബിസ്മി കൊണ്ട് തുടങ്ങുന്ന എല്ലാ കാര്യത്തിലും ബർക്കത്തുണ്ടാകും. ബിസ്മി കൊണ്ട് തുടങ്ങാത്തതിൽ ബർക്കത്തുണ്ടാകില്ല. അപ്പൊ ഏതൊരു വിഷയം വന്നാലും നിങ്ങൾ ബിസ്മി കൊണ്ട് തുടങ്ങണം. അതിനാണ് ബർക്കത്ത്. അല്ലാഹുവേ, എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ബിസ്മി കൊണ്ട് തുടങ്ങാനുള്ള തൗഫീഖും അതിനുള്ള ഓർമ്മയും നൽകണേ അല്ലാഹ്. നമ്മുടെ ആയുസ്സിൽ ബർക്കത്ത് നഷ്ടപ്പെടാതിരിക്കാൻ കുടുംബബന്ധം നമ്മൾ ചേർക്കുക. കുടുംബബന്ധം നമ്മൾ ചേർക്കണം. നമ്മൾ ആയുസ്സിൽ ബർക്കത്ത് നഷ്ടപ്പെടാതിരിക്കാൻ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് നമുക്ക് ഹദീസുകൾ നോക്കിയാൽ മനസ്സിലാകും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം ഖുർആൻ ഓതുക. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ വീട്ടിൽ വർദ്ധിപ്പിക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ ഭവനത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കണം. അത് നമ്മുടെ ഭവനങ്ങളിൽ ബർക്കത്തുണ്ടാകാൻ ഒരു കാരണമാണ്. ഭവനങ്ങൾ ബർക്കത്തുണ്ടാകാൻ അതൊരു കാരണമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിത് പറഞ്ഞത് ഒന്ന് പെട്ടെന്ന് നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ശരീരങ്ങളിലൊക്കെ ബർക്കത്തുണ്ടാകാനുള്ള ഒരു വഴി പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ തുടർന്നു പോകുക. പിന്നെ ഒരു ബർക്കത്തിന്റെ വഴിയാണ്, ഒരു ബർക്കത്തിന്റെ വഴി കൂടിയുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും ഒതുവോടുകൂടി തുടങ്ങാൻ നമ്മൾ ശ്രമിക്കുക. അല്ലെ, ഏത് വിഷയം നമ്മൾ തുടങ്ങിയാലും ഒതുവോടുകൂടി തുടങ്ങാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സുബഹിക്ക് ശേഷം ഉറങ്ങരുത്. സുബഹി നമസ്കാരം നഷ്ടപ്പെടുത്തരുത്. ഇനി വരുന്ന പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസങ്ങളാണ്. അതുപോലെ തന്നെ റജബ് റമദാനൊക്കെ നമ്മളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ ധന്യമാക്കപ്പെടേണ്ട മാസങ്ങളാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, നിങ്ങൾക്ക് എത്ര കടമുണ്ടെങ്കിലും അത് പെട്ടെന്ന് വീട്ടിൽ കിട്ടുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഒരു സൂറത്തുണ്ട്. പണത്തിന്റെ കാര്യത്തിൽ നാം വിഷമിക്കുമ്പോൾ, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ മഗ്‌രിബിന് ശേഷം സൂറത്തുൽ വാഖിഅ നിങ്ങൾ മഗ്‌രിബിന് ശേഷം സൂറത്തുൽ വാഖിഅ പതിവായി നിങ്ങൾ ഓതുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അങ്ങനെ ഓതുകയാണെങ്കിൽ സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരില്ല, പണത്തിനൊരു ബുദ്ധിമുട്ടും വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തികമായി ഒക്കെ വളരെ പിന്നോക്കമാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമ്പത്ത് ധാരാളം നമുക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ മഹത്തായ ദിക്ർ ചൊല്ലുക. ഇങ്ങനെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല നബിയെ, ഞാൻ കടത്തിലാണ്, ദരിദ്രനാണ്, വല്ലതും പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ഈ ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ് എന്ന മഹത്തായ ദിക്ർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ ദിക്ർ നിങ്ങൾ ചൊല്ലുക. ഈ മഹത്തായ ദിക്ർ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 100 തവണ വെച്ച് നിങ്ങൾ പതിവാക്കിയാൽ പണം എവിടെ വെക്കണമെന്ന് പോലും അറിയാത്ത രീതിയിൽ ഇൻഷാ അല്ലാഹ് സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിക്ർ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഹബീബായ നബിയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, എനിക്കിപ്പോൾ സമ്പത്ത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്, അത് എവിടെ വെക്കണമെന്ന് പോലും എനിക്കറിയില്ല. നബിയെ, അങ്ങ് പറഞ്ഞു തന്നതുപോലെ ആ ദിക്ർ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടുമില്ല, സമ്പത്ത് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ദിക്ർ 100 പ്രാവശ്യം വെച്ച് പതിവാക്കിയാൽ അവന്റെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകപ്പെടുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്ത് വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കണേ അല്ലാഹ്. അല്ലാഹു ഇതിന്റെ എല്ലാ സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട
ബുദ്ധിമുട്ടുകളോട് ഖബറിലെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ വേദനകളും എല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.